മുൻ CPIM ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ 1ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നടന്നു. CPIM ഏരിയ കമ്മിറ്റി അംഗം C. അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ലോക്കൽ കമ്മിറ്റി അംഗം APM റഷീദ് അധ്യക്ഷനായി. അനുസ്മരണ യോഗം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ കൂടുതൽ കരിമ്പ് ഉത്പാദിപ്പിച്ചാൽ, കൂടുതൽ പരിക്ക് ഉത്പാദിപ്പിച്ചാൽ ആ കാർഷികോൽപ്പന്നങ്ങളെ സംസ്കരിച്ച് മറ്റൊരു ഉൽപ്പന്നമാക്കുന്നതിന് വേണ്ടി, പരുത്തിയെ തുണിയാക്കുന്നതിന്, കരിമ്പിനെ പഞ്ചസാരയാക്കുന്നതിന് നിരവധിയായ ഫാക്ടറികൾ ഉയർന്നു വരും. ഇങ്ങനെ ഓരോ ഉൽപ്പന്നത്തിന്റെയും കാര്യത്തിൽ നിരവധിയായ ഫാക്ടറികൾ ഉയർന്നു വരും. ആ ഫാക്ടറികളിൽ ഇന്ത്യയിലെ പാവപ്പെട്ട കോടിക്കണക്കിന് പണിയില്ലാതെ നടക്കുന്ന തൊഴിലാളികൾക്ക് പണി കിട്ടും, അവന്റെ ജീവിതം മെച്ചപ്പെടും. ആ ഉൽപ്പന്നങ്ങളെല്ലാം ആവശ്യമുള്ളത് കഴിച്ച് ബാക്കി കയറ്റുമതി ചെയ്യാനാവും. ഇന്ത്യ ഫലഭൂയിഷ്ടമായ ഭൂപ്രദേശമുള്ള മണ്ണാണ്. അങ്ങനെ ഈ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ കാർഷിക ഉൽപ്പന്ന വർധനവിലേക്കും വ്യാവസായിക വളർച്ചയിലേക്കും തൊഴിലില്ലായ്മയുടെ പരിഹാരത്തിലേക്കും നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിലേക്കും നയിക്കാനാവും എന്ന കാഴ്ചപ്പാടുകൊണ്ടാണ് 1935 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം അതിനൊരു തീരുമാനമെടുത്തത്. അന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്നത്തെ കോൺഗ്രസ് അല്ല. അന്ന് മഹാത്മജിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും സഖാവ് വിശ്വപിള്ളയുടെയും സഖാവ് EMSന്റെയും AKജിയുടെയും ഒക്കെ കോൺഗ്രസ്, അവരൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നു. ആ കോൺഗ്രസ്സാണ്. അപ്പൊ രാജ്യത്തെ സംബന്ധിച്ച് സമഗ്രമായ, രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടുള്ള ഒരു നേതൃത്വമാണെന്നുണ്ടായിരുന്നു. ഇന്നിപ്പോ കോൺഗ്രസ് അങ്ങനെയൊന്നും അല്ല, അത് വേറെ കാര്യം. എന്തായാലും ആ ഒരു കാഴ്ചപ്പാട് സ്വാതന്ത്ര്യത്തിന്റെ 12 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ രൂപപ്പെട്ടതാണ്. പക്ഷേ നമ്മുടെ നിർഭാഗ്യവശാൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി കോൺഗ്രസ് അധികാരത്തിൽ വന്ന് ഭരണം തുടങ്ങിയതിനു ശേഷം ഈ 1935 കോൺഗ്രസ് എടുത്ത തീരുമാനം അത് നടപ്പിലാക്കാൻ കോൺഗ്രസ് ഭരണാധികാരികൾ തയ്യാറായില്ല. CPM ലോക്കൽ സെക്രട്ടറി MIA റസാഖ്, രമേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.